പുതിയ CRZ പ്ലാനുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ഒത്തിരി ചോദ്യങ്ങളുണ്ട്. പരമ്പരാഗത തീര സമൂഹത്തിന് ഈ CRZൻ്റെ ഉള്ളിലാണെങ്കിലും ഭവനം നിർമ്മിക്കാം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇപ്പോഴും പഞ്ചായത്തുകളിലേക്കൊക്കെ ചെല്ലുമ്പോൾ അതിന് വേണ്ട അപ്രൂവൽ ഈ അതോറിറ്റിയിൽ നിന്ന് ലഭിക്കുന്നില്ല. അപ്പോൾ അതിന് അവരെന്താണ് ചെയ്യേണ്ടത്? അത് എങ്ങനെ അവർക്ക് അപ്രൂവൽ ലഭിക്കും? ഈ പരമ്പരാഗത തീര സമൂഹം ട്രഡീഷണൽ കോസ്റ്റൽ കമ്മ്യൂണിറ്റീസ് എന്നാണ് നോട്ടിഫിക്കേഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. NDZ-ലാണെങ്കിലും, അതായത് നിർമ്മാണം നിരോധിച്ചിട്ടുള്ള 50 മീറ്ററിൻ്റെ അകത്തുള്ള സ്ഥലത്താണെങ്കിലും ഈ പറയുന്ന ട്രഡീഷണൽ കോസ്റ്റൽ കമ്മ്യൂണിറ്റീസ് ഇൻക്ലൂഡിങ് ഫിഷർമെൻ ഫോക്ക് അവർക്ക് വീടുകൾ പണിയാം. അതിന് 2 കണ്ടീഷൻസാണ് നോട്ടിഫിക്കേഷനിൽ തന്നെ പറയുന്നത്. ആ കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഡിസംബർ 6 പുറത്തിറക്കിയ KCZMയുടെ മലയാളത്തിലുള്ള ഉത്തരവിലും പറയുന്നുണ്ട്. കണ്ടീഷൻസിൽ 1 സാനിറ്റേഷൻ മെഷേഴ്സ് വേണം, 2 സേഫ്റ്റി മെഷേഴ്സ് വേണം. അപ്പോൾ ശുചിത്വ സംവിധാനങ്ങൾ ഉണ്ടാകണം, സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാകണം. ഇത് 2 ഉണ്ടെങ്കിൽ ഈ പറയുന്ന NDZ-ലും തദ്ദേശവാസികളുടെ അല്ലെങ്കിൽ ട്രഡീഷണൽ കോസ്റ്റൽ കമ്മ്യൂണിറ്റീസിൻ്റെ വീടുകൾ പണിയാം. അപ്പോൾ അടുത്ത ചോദ്യം ഇത് ആരൊരുക്കും എന്നുള്ളതാണ്. ഇത് സുരക്ഷാ സംവിധാനം ആരൊരുക്കും, അല്ലെങ്കിൽ എന്താ പറയുക, സാനിറ്ററി മെഷേഴ്സ് ആരൊരുക്കും? അപ്പോൾ അത് തദ്ദേശ ഭരണകൂടങ്ങളുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ ഈ പണിയുന്ന ആളുകൾ തന്നെയൊക്കെ ചെയ്യുന്ന രീതിയിലേക്കുള്ള ക്ലാരിഫിക്കേഷൻസ് വേണ്ടി വരും. എന്താണെങ്കിലും ഇത് അവരുടെ ഒരു അവകാശമായിട്ട് നിലവിലുന്നുണ്ട്. ഈ തീരസമൂഹം എന്ന് പറയുമ്പോൾ സാമ്പത്തികമായും എല്ലാം പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗമാണ്. ഒരു വിഭാഗമാണ്. അപ്പോൾ അവർ തന്നെ ഇതിനുള്ള സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ എപ്പോഴും വേണമെന്നില്ല. ട്രഡീഷണൽ കോസ്റ്റൽ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് പരമ്പരാഗതമായി ഇവിടെ താമസിച്ച് വരുന്ന ആളുകളാണ്. അവരുടെ സാമ്പത്തികം നോക്കേണ്ട കാര്യമില്ല. ഇവിടെ ഈ വില്ലേജ് ഓഫീസിൽ നിന്ന് ഇതൊരു ട്രഡീഷണൽ കോസ്റ്റൽ കമ്മ്യൂണിറ്റി ആണെന്നൊരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് സാമ്പത്തികം നോക്കിയിട്ടല്ല, അവർ പരമ്പരാഗതമായി അവിടെ ജീവിച്ച് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു അവകാശം ഇതൊരു അവസരമായിട്ട് ഉപയോഗിക്കാം. അതിന് കാത്തിരുന്ന് നമ്മൾ കാണണം. അപ്പോൾ അത് ഞാൻ ഉദ്ദേശിച്ചത്, നമുക്ക് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗവും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ പ്രാദേശിക ഭരണകൂടം അല്ലെങ്കിൽ സർക്കാരല്ല ഒരുക്കേണ്ടത്. സാമ്പത്തികത്തിൻ്റെ ഇടയിൽ കലർത്തേണ്ട കാര്യമില്ല. ഭൂമി പരമ്പരാഗതമായിട്ടുള്ളവർ ചിലപ്പോൾ പാവപ്പെട്ടവരുണ്ടാവും, അല്ലാതെ ട്രഡീഷണലായിട്ട് കിട്ടിയവരുണ്ടാവും. അവരുടെ ഭൂമി അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റാണ്. ആർട്ടിക്കിൾ 300A എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള റൈറ്റാണ്. ആ ഭൂമി അങ്ങനെ ഉപയോഗിക്കാൻ ഒരു അവകാശം ഒരു നോട്ടിഫിക്കേഷനിൽ പറയുമ്പോൾ അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 91 നോട്ടിഫിക്കേഷനിലോ 2011 നോട്ടിഫിക്കേഷനിലോ ഈ പറഞ്ഞ ട്രഡീഷണൽ കമ്മ്യൂണിറ്റിയുടെ കാര്യം ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷന് വേണ്ടി പറയുന്നില്ല. അതിലൊന്നും NDZ-ൽ ഒന്നും പണിയാൻ പറ്റില്ല. ഇവിടെ പണിയാമെന്ന് പറയുമ്പോൾ അത് ആ ഒരു ആംഗിളിൽ നോക്കിയാൽ മതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.